നീ ഇപ്പൊ ഗർഭിണിയാണ്. ഇനിയിപ്പോ ഗർഭകാല ചടങ്ങുകളും അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ. അതൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്ന എന്റെ മകളെ എന്ത് ചെയ്യണമെന്നാ ചോദിച്ചത്? മാഡം, ഞാൻ അറിയാതെ സംഭവിച്ചു എന്നുള്ളൊരു എക്സ്ക്യൂസ് നീ എന്നോട് പറയണ്ട. സമാധാനായി. സിത്താര ഇറങ്ങിപ്പോയപ്പോ സത്യം പറഞ്ഞ എല്ലാരും ഒന്ന് പേടിച്ചു. വേറൊന്നും അല്ല സുമിത്രേ, ഇതിപ്പോ പോലും മോളുടെ കുഞ്ഞിലുള്ള രൂപം എന്റെ മനസ്സില്. നമ്മുടെ പിള്ളേര് വളരുക, നമ്മുടെ ഒപ്പാവുക, അവർക്കൊരു കുഞ്ഞുണ്ടാവുക, ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിലായി പോയി ഞാൻ. അതായിരുന്നോ എല്ലാരും കരുതിയത്? സിത്താര അപ്സെറ്റ് ആയിന്നാ? അതിനെന്താ ഞാൻ അപ്സെറ്റ് ആവുന്നേ? എന്റെ മോക്കൊരു നല്ല കാര്യം വരുമ്പോ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടേ? എന്നാലും അതല്ലല്ലോ സിത്താരെ, എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തിനാ ഇങ്ങനെ മോടി കെട്ടിവെച്ചോണ്ട് നടക്കുന്നത്? സത്യം സത്യമായിട്ടങ്ങ് പറയാൻ നോക്ക്. നിർമ്മലേ, ആ ഒരു ദിവസം നേരം വെളുത്ത് രാത്രിയാകുന്നതിനിടയില് ഒരു വാക്കെങ്കിലും സത്യം പറയാൻ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നിട്ടല്ലേ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. അമ്മേ, അമ്മ ഇനി മോൾക്ക് മധുരം കൊടുക്ക്. നന്നായിരിക്കട്ടെ നന്ദേട്ടാ. നിർമ്മലെ, ഒന്നും തോന്നല്ലേ? അശ്ശോ,
മോളെ ഇനി എഴുന്നേറ്റോ. വാ എനിക്ക് മോളെ പതുക്കെ. ഇനി ഞാൻ കുറച്ചേരം എന്റെ മോളോടൊന്ന് സംസാരിച്ചോട്ടെ. അതിനെന്താ സിത്താര്? സിത്താര് സംസാരിച്ചോളൂ. സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സിത്താരക്ക് അറിയാലോ. അതെന്താട്ടാ അങ്ങനെ പറഞ്ഞത്? എന്റെ നിർമ്മലെ, നീയൊന്നും മിണ്ടാതിരിക്കേ. പോയി പോയി ഇവിടെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. മോള് വന്നേ. എന്റെ ദൈവമേ, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥ പോലെയായി നമ്മുടെ കാര്യം. സത്യം എല്ലാരും അറിയുകയും ചെയ്തു. തെളിയിക്കാൻ നമ്മളെ കൊണ്ട് ഒരു മാർഗവും ഇല്ല. അല്ലേ അല്ലേ നിർമ്മലേ? കഷ്ടം. ഹ. നവീന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനായിട്ട് നിന്നെ തെരഞ്ഞെടുത്തപ്പോ എന്റെ റിക്വസ്റ്റ് ഒരിക്കലും നിന്റെ മനസ്സ് കൈവിട്ട് പോരുന്നതായിരുന്നു. അങ്ങനെ സംഭവിക്കില്ല എന്ന് നീ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. എന്റെ മകളെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? കൊന്നുകളയണോ? നീ ഇപ്പൊ ഗർഭിണിയാണ്. ഇനിയിപ്പോ ഗർഭകാല ചടങ്ങുകളും അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ. അതൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്ന എന്റെ മകളെ എന്ത് ചെയ്യണമെന്നാ ചോദിച്ചത്. മാഡം ഞാൻ അറിയാതെ സംഭവിച്ചു എന്നുള്ളൊരു എക്സ്ക്യൂസ് നീ എന്നോട് പറയണ്ട. നീ നിന്റെ ജീവിതം ആസ്വദിച്ചു. താലി കെട്ടിയ ആളുടെ കൂടെ ഭാര്യയായിട്ട് അങ്ങ് ജീവിച്ചു. അതിന്റെ തെളിവാണല്ലോ ഇപ്പൊ പുറത്തു വന്നത്. ഒരുപക്ഷെ അയാളുടെ ഭാര്യയായ ആദ്യ ദിവസം തന്നെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ല മാഡം. പിന്നെ എങ്ങനെ? അടങ്ങി ഒതുങ്ങി ജീവിച്ചിരുന്ന നിനക്ക് ഇത്ര ഉദ്ദേശങ്ങളൊക്കെ തന്നത് ആരാ? നിന്റെ അമ്മയാ? ഞാനല്ലേ കൃഷ്ണമോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം മാഡം തന്നെ. എത്ര തവണ ഒരു പുരുഷന്റെ മണിയറയിലേക്ക് ഇവള് വേഷം കെട്ടിച്ച് വിട്ടിട്ടുണ്ട് നിങ്ങള്? ശരിയാ, എന്റെ മോള് നിങ്ങളുടെ അടുത്തൊന്ന് പണം വാങ്ങിച്ചു, എന്നെ രക്ഷിക്കാൻ വേണ്ടി പണം വാങ്ങിച്ചു. പക്ഷേ അന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടത് ആ മണ്ഡപത്തിൽ താലി കെട്ടുന്ന സമയത്ത് ഒന്ന് സഹായിക്കണമെന്നാ.